everyone, welcome to the Disha Academy. So, നമ്മുടെ RRB JEയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. കഴിഞ്ഞ മാസം അതായത് ജൂലൈ 30-ാം തീയതിയാണ് നമ്മുടെ RRB JEയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. ഈ മാസം 29-ാം തീയതി വരെ, അതായത് ഓഗസ്റ്റ് 29-ാം തീയതി വരെ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ബിടെക് കഴിഞ്ഞവർക്കും ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഒക്കെ ഉള്ള ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണിത്. ഏകദേശം 7,900+ വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിന് ചില ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഒന്നിച്ച് ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് പോകാമെന്ന്. ഓക്കെ, സോ എങ്ങനെയാണ് RRB JEക്ക് അപ്ലൈ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ RRB JEയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, RRB ബോർഡ്സിൻ്റെ എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് നമ്പർ 03/2024. അപ്പം ഇതാണ് RRB JEയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് ദ ആപ്ലിക്കേഷൻ ഡേറ്റ്, ഓപ്പണിംഗ് പറഞ്ഞിട്ടുണ്ട്, ക്ലോസിംഗ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്, ഏജ് ഗ്യാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഏജ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 18 to 36 ഇയേഴ്സ് ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇതൊരു വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഏകദേശം കുറച്ച് ഏജ് ഓവറൊക്കെ ആയിട്ട് ഉള്ള ആൾക്കാർക്കുമൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണിത്. ഓക്കെ, സോ നമുക്ക് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ നോട്ടിഫിക്കേഷൻ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഇതിൻ്റെ 17-ാമത്തെ പേജിൽ കേട്ടോ, മൊത്തം 73 പേജുണ്ട്. അതിലെ 17-ാമത്തെ പേജിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇങ്ങനൊരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ നോട്ടിഫിക്കേഷൻ നല്ലോണം വായിക്കുക. ഓരോ പോസ്റ്റിനും എവിടെയൊക്കെ വേക്കൻസീസ് ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ റീജിയൻ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, അതുപോലെ തന്നെ ട്രിവാൻഡ്രം ഉണ്ട് കേട്ടോ. ഇതിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ചെന്നൈയിലാണ്. പിന്നെ ട്രിവാൻഡ്രത്ത് കമ്പാരിറ്റീവ്ലി കുറച്ച് ചെന്നൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേക്കൻസി ഒക്കെ നല്ല കുറവായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാലും ചെന്നൈയിൽ അപ്ലൈ ചെയ്യാമെന്ന്. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. അതനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വരുന്നത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും. അപ്പോൾ ഈ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ കൊടുക്കുക. അതിനുശേഷം അപ്ലൈ. ഇവിടെ 2 ഓപ്ഷൻസ് കാണാം. ക്രിയേറ്റ് ആൻ അക്കൗണ്ടും കാണാം, ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ടും കാണാം. നിങ്ങൾ നേരത്തെ റെയിൽവേ എക്സാംസ് എന്തെങ്കിലും എഴുതിയിട്ടുള്ള ആളാണെങ്കിൽ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുത്താൽ മതി. അല്ല, ഒരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കണം. അവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, പിന്നെ ആധാർ വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും കേട്ടോ. ഞാൻ നേരത്തെ തന്നെ റെയിൽവേ എക്സാംസിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോഴേക്കും നമ്മളിതാ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് വരും. സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ലോഡ് ആവുന്നുണ്ട്. ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, പാസ്വേഡ് കൊടുക്കാം. ക്യാപ്ച കൊടുക്കണം. ക്യാപ്ച കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ കൊടുക്കാം. ഓക്കെ, ലോഗിൻ കൊടുക്കുമ്പോൾ എഗെയിൻ നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് വരും. ഇവിടെ നമ്മളോട് കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. എല്ലാ ഇൻഫോർമേഷൻസും വായിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മീഡിയം ഓഫ് എക്സാമിനേഷൻ 13 റീജിയണൽ ലാംഗ്വേജസിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കൊങ്ങിണി, മലയാളം, മണിപ്പൂരി, മറാത്തി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുങ്ക്, ഉറുദു. ഇത് കൂടാതെ ഹിന്ദി, ഇംഗ്ലീഷ് ലാംഗ്വേജസിലും എക്സാംസ് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. കൊടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം എന്താ, നമുക്ക് ഈ ഒരു വെബ് പേജിലേക്ക് നമ്മൾ വന്നു. സെലക്ട് RRB ഫോർ വിച്ച് യു വിഷ് ടു അപ്ലൈ കൊടുക്കുക. ഓക്കെ, നമ്മൾ ചെന്നൈ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്നൈ കൊടുത്തു. ഐ ആം നോട്ട് കറൻ്റ്ലി ഡീബാർഡ് ബൈ RRB ഓർ RRC കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴേക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു
ഫേസിലേക്ക് വരും. ഫേസിലേക്ക് വന്നിട്ട് നമ്മൾ ഫർദർ പ്രൊസീഡ് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആദ്യമേ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ഫില്ല് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇതിൽ വീണ്ടും ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ബാക്കി ഇതിനകത്ത് നമ്മളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട്, മദർ ടങ് ചോദിക്കുന്നുണ്ട്, ലാംഗ്വേജ് ഓഫ് എക്സാമിനേഷൻ ചോദിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ബർത്ത് മാർക്ക് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തത് തന്നെ ഇതിനകത്ത് ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. കമ്മ്യൂണിറ്റി ചോദിക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റിയും നമ്മൾ കൊടുത്തത് ഇതിൽ കിടപ്പുണ്ട്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ഓക്കെ, എല്ലാം തന്നെ ഏകദേശം ഫിൽഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളോട് നമ്മുടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ടിക്ക് ഇഫ് പെർമനന്റ് അഡ്രസ് ഈ സെയിം ആസ് പ്രസന്റ് അഡ്രസ് എന്ന് ചോദിക്കുന്നുണ്ട്. സെയിം ആണെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അഡ്രസ്സ് മാറ്റി ഇപ്പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. നമ്മൾ പ്രസന്റ് അഡ്രസ്സും കൊടുക്കണം, പെർമനന്റ് അഡ്രസ്സും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇത് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഫില്ല് ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ഫില്ലാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക, എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അടുത്ത രണ്ടാമത്തെ ഇതിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ എക്സ് സർവീസ്മാൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, ഡിസബിലിറ്റി ഉള്ള ആളാണോ എന്ന് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, പിന്നെ റെയിൽവേയിൽ തന്നെ എംപ്ലോയി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എംപ്ലോയി ആണെങ്കിൽ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന കറണ്ട് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. അത് നമുക്ക് ഫീസ് റീഫണ്ട് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടെ കൊടുത്തിട്ട് സേവ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. സോ ക്വാളിഫിക്കേഷനിലേക്ക് പോകുമ്പം 3 years ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, ബാച്ചിലർ ഓഫ് സയൻസ്, ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ SSLC ഇതിൽ ഏതാണുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ബാച്ചിലർ ഓഫ് സയൻസ് ആണുള്ളത്. അപ്പോൾ അതിനകത്ത് ഡിസിപ്ലിൻ ചോദിക്കുന്നുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. അപ്പോൾ ഞാൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് കാണും, എഞ്ചിനീയേഴ്സിന് മാത്രമല്ല ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ആൾക്കാർക്കും കൂടെ എന്തിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, RRB JEക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് നിങ്ങൾ പഠിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നാണ്. സോ തമിഴ്നാടു. ഡിസ്ട്രിക്റ്റ് ചോദിക്കുന്നുണ്ട്, ഡിസ്ട്രിക്റ്റ് ചെന്നൈ. കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പഠിച്ചത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ്. അപ്പോൾ ആ പേര് കൊടുത്തു. നിങ്ങൾ പഠിച്ച കോളേജിൻ്റെ പേര് കൊടുക്കുക. അടുത്ത് കഴിഞ്ഞ് ഇയർ ഓഫ് പാസിംഗ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞ വർഷം 2020 അത് കൊടുത്തു. ഓക്കെ, അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു എന്ന് നോക്കണം. ആ പെർസെൻറ്റേജും കൂടെ കൊടുക്കുക കേട്ടോ. എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ കൊടുക്കാം. സോ എനിക്ക് 90% മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു. ആൻഡ് ഡേറ്റ് കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ ഡേറ്റ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ജൂൺ. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഫൈൽ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പം ആദ്യം ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ റേഷ്യോയിലും സൈസിലും നമുക്ക് ഇമേജും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാം. അപ്പം ഞാൻ അത് രണ്ടും അപ്ലോഡ് ചെയ്തു. രണ്ടിൻ്റെയും സൈസ് പറയുന്നത് 30 KB-ക്കും 70 KB-ക്കും ഇടയിലാണ് കേട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട്
നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മളിതാ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് നമ്മളുടെ എലിജിബിൾ പോസ്റ്റുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൊടുക്കുക പ്രിഫറൻസ് അനുസരിച്ച്. അതിനുശേഷം ഐ ഹാവ് എക്സസൈസ്ഡ് ആൻഡ് ചെക്ക്ഡ് മൈ ഓർഡർ ഓഫ് പോസ്റ്റ് പ്രിഫറൻസ് ഫോർ ദ പോസ്റ്റ് ഐ ആം അപ്ലൈയിങ് ഫോർ. അത് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം എന്താ പ്ലേസ് കൊടുക്കുക. പ്ലേസ് കൊടുത്തിട്ട് ഇവിടെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അതും കൂടെ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളോട് എക്സാം ഗ്രൂപ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എക്സാം ഗ്രൂപ്പ് ചോദിച്ചിട്ടുണ്ട്. CMA ആണ്, അത് ഞാൻ കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതും കൂടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എഗെയിൻ ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് ആപ്ലിക്കൻറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് എനി കറക്ഷൻസ് ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആഫ്റ്റർ സബ്മിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്യുക. നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി. അവിടെ നമുക്ക് പേയ്മെൻറ്റ് വിൻഡോ വന്നിട്ടുണ്ട്. 250 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പേയ്മെൻറ്റിലേക്ക് പോയി പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. സോ നമുക്കിനി അവസാനമായിട്ടുള്ള നമ്മുടെ പേയ്മെൻറ്റും കൂടെ ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 250 rupees ആണ് കേട്ടോ പേയ്മെൻറ്റ്, ഞാൻ പറഞ്ഞില്ലേ. പേയ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് UPI വെച്ചിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, സോ UPI ID കൊടുത്തു. വാലിഡേറ്റ് ചെയ്യുക. പേ നൗ കൊടുക്കുക. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ UPIയിൽ 5 മിനിറ്റത്തേക്ക് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഈ റിക്വസ്റ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ പാസ്വേഡ് കൊടുക്കുക, നമ്മൾ പേ ചെയ്യുക. 250 rupees ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും പ്രോസസ്സിംഗ് എന്നാണ് നമ്മുടെ സ്ക്രീന് കാണിക്കുന്നത്. ഓക്കെ, പേയ്മെൻ്റ് ആയിട്ടുണ്ട്. പേയ്മെൻറ്റും സക്സസ് ആയി. സോ കഴിഞ്ഞു, നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. വളരെ ഈസിയാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, 250 രൂപ നോക്കണ്ട, പെട്ടെന്ന് തന്നെ എക്സാം എഴുതുക. ലൈക്ക് എഞ്ചിനീയേഴ്സിനും അതുപോലെ തന്നെ 3 വർഷം ഡിപ്ലോമ ഉള്ളവർക്കും, പോരാത്തതുകൊണ്ട് ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്ട്സിൽ ഡിഗ്രി ഉള്ളവർക്കും ഈ RRB JEE എക്സാംസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഓൾ ദ ബെസ്റ്റ്. ഒരുപാട് വേക്കൻസീസ് ഉണ്ട്, ഏകദേശം 7900+, അതായത് 8000-ഓളം വേക്കൻസീസ് ഉണ്ട്. അത് ഇനിയും കൂടിയാലേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ആരും മടിച്ചിരിക്കേണ്ട. ലാസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴേക്കും വെയിറ്റ് ചെയ്യണം. ഞാൻ തന്നെ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഒരു 2-3 days ആയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. വെബ്സൈറ്റിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ. സോ ഹാവ് എ നൈസ് ടൈം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.